നമസ്കാരം. വീണ്ടും മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് എല്ലാത്തിനെയും ഡമാൽ എന്ന് അടിച്ചിട്ടുണ്ട്. ഏത് സൈഡിൽ നിന്നും തുടങ്ങണമെന്ന് പോലും എനിക്ക് അറിയുന്നില്ല. ഒരുപാട് ഷോക്കിംഗ് ന്യൂസുകളൊക്കെ എനിക്ക് തരണം. ആദ്യത്തെ ഷോക്കിംഗ് ന്യൂസ് എന്തെന്ന് വെച്ചാൽ സ്വർണത്തിന്റെ വില 13,500 നെരുങ്ങി. 13,450 എന്ന് പറയുന്നു. ഈവനിങ്ങിന്റെ അകത്ത് 13,500 പോയാലും പോകും. നിങ്ങൾ ടാക്സിനും കൂടെ ചേർക്കുവാണെങ്കിൽ 14 കഴിഞ്ഞു പോകും. മാർക്കറ്റ് വന്നിട്ട് 25,500 താഴെ ട്രേഡ് ആയിക്കൊണ്ടിരുന്നു കുറച്ച് സമയത്തിന് മുമ്പേ. ഇപ്പോൾ പക്ഷെ 25,520 എന്ത് പറഞ്ഞായിരുന്നു? 26,500 പോണതിന് മുമ്പേ 25,500 ക്രോസ് ആകുമെന്ന് പറഞ്ഞു. അതുപോലെ നടന്ന 1 കോടി രൂപ വേസ്റ്റാ. 25 ലക്ഷം രൂപ ഇട്ട് മങ്ങാത്ത കളിച്ചത് വേസ്റ്റാ. അത് തന്നെ റിയാലിറ്റി. ഇന്നുള്ള ന്യൂസ് എന്തെന്ന് വെച്ചാൽ ഗ്രീൻലാൻഡ് എൻ്റെതാണ്, അകത്ത് ഞാൻ പോവും എന്നൊക്കെ പറഞ്ഞായിരുന്നു. യൂറോപ്പ് യൂണിയൻ തിരികെ ഞങ്ങൾ ഗുണ്ടിടും എന്നൊക്കെ പറയുന്നു. ഇത് കാരണം ട്രംപ് എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾ മുതലേ ടാരിഫ് എന്ന് പറയുന്നു. ഇത് കാരണം യൂറോപ്യൻ യൂണിയനും ട്രംപിനും പ്രശ്നം പോകുന്നു. ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ മുകളിൽ ഒരു 10%, ജൂൺ മാസം എനിക്ക് ഗ്രീൻലാൻഡിൽ നിങ്ങൾ തന്നില്ലെങ്കിൽ ഇന്ത്യൻ ടാരിഫ് ഇടും എന്ന് പറയുന്നു. ഇത് കാരണം തന്നെ മാർക്കറ്റ് പെട്ടെന്ന് താഴെ ഇറങ്ങി. ഈ വീഴുന്നു താഴെ, പക്ഷെ അവിടെ നിൽക്കാനും പറ്റുന്നില്ല, കയറാനും പറ്റിയില്ല. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മോശമായ റിസൾട്ടും വന്നായിരുന്നു. ഇത് കാരണം ഓവറോളായിട്ട് മാർക്കറ്റ് കിടപ്പിലാണ് ഇരിക്കുന്നു. ICUവിൻ്റെ പുറകിൽ പോകുന്നു. ഫോണ് പോയിടത്തിൽ റെസ്പോൺസ് ഇല്ല. അല്ല, കാശിന് വെച്ച് മ്യൂച്വൽ ഫണ്ടിൽ ഇറക്കി. അതായത് പബ്ലിക് സെക്ടർ ബാങ്ക് സ്റ്റോക്സിനെ വാങ്ങുന്നു. പഞ്ചാബ് നാഷണൽ ബാങ്ക് 52 വീക്ക് ഹൈ ആണ്. ഹെൻസ് റിസൾട്ട് മാർക്കറ്റിന് ഇഷ്ടപ്പെട്ടതുപോലെ ഇല്ല. രാവിലെ ഒരു 3% ഡൗൺ ആണ്. 3 മന്ത് ലോയ്ക്ക് പോയിരിക്കുന്നു. ഇതും അല്ലാതെ പിന്നെ ICICIൻ്റെ റിസൾട്ട് നല്ലതല്ല. ICICIൻ്റെ റിസൾട്ടും കിടപ്പിലാണ് ഇരിക്കുന്നു. അതായത് അഗ്രികൾച്ചർ ലോണിന് 1,200 crore NPA പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ഇത് കാരണം നെറ്റ് മാർജിൻ ഡൗൺ ആണ്. പിന്നെ ICICI അടിയാണ്. HDFC ബാങ്കിൽ നെറ്റ് പ്രോഫിറ്റ് 11% കയറിയിരുന്നാലും ലോൺ ടു ഡെപ്പോസിറ്റ് റേഷ്യോ സെഞ്ചുറി കളഞ്ഞു പോകുന്നു. 99 അഡ്ജസ്റ്റ് ചെയ്ത് വച്ചിരിക്കുന്നു. സെഞ്ചുറി നെറിഞ്ഞ് കൊണ്ടുവരുന്നു. അന്ന് ഒരു ദിവസം കാശിനകത്ത് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റിനെ കാണിച്ച് 99 ആക്കിയിരിക്കുന്നു. എന്നാതിലെന്ന് പറയുന്ന അവിടെ ഇരിക്കുന്ന CFO എന്ത് പറയുന്നു എന്നാൽ ഇതിനെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട എന്ന് പറയുന്നു. റിസൾട്ട് എങ്ങനെയെന്ന് നോക്കാൻ പറയുന്നു. അതും ഇന്ന് താഴെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ RBIയിലും ഇന്ന് ഡമാലാണ്. വിപ്രോയുടെ റിസൾട്ട് ശരിയല്ല. വിപ്രോയും താഴെ അടിച്ചിട്ടുണ്ട്. എല്ലാം ഇന്ന് താഴെ ഇറങ്ങിയിട്ടുള്ള ഒരു ന്യൂസാണ് വന്നിട്ടുള്ളത്. ഇന്ത്യയുടെ മാർക്കറ്റ് ക്യാപ്പ് വന്നിട്ട് ജനങ്ങളുടെ അടുത്തിരിക്കുന്ന സ്വർണത്തിൻ്റെ വാല്യൂ കൂടുതൽ എന്നാണ് വന്നിരിക്കുന്നു. നമ്മളെ പ്രഥമറിൻ്റെ അഡ്വൈസറായിട്ട് ഒരു എത്ര ഇരിക്കുന്നല്ലേ, നിലേഷ് റാവ് കോപ്ടെക് AMC നടത്തിക്കൊണ്ടിരിക്കുന്നു. അവൾ ടീമായിട്ട് വീഡിയോ സംസാരിച്ചല്ലേ. എന്ത് ചെയ്തിരിക്കുന്നു എന്നാൽ ഈ പ്രാവശ്യം സെബിക്ക് അഡ്വൈസ് കൊടുത്തിരിക്കുന്നു. ഞാൻ ബിഗ് ബോസിൻ്റെ ആളാണ്. ഗോൾഡ് ചുമ്മാ ഇരിക്കുന്നു. ജനങ്ങളെടുത്ത് $6 ട്രില്യൺ ഗോൾഡ് ഇരിക്കുന്നു. അതിനെ വാങ്ങി നിങ്ങളെ കൈക്ക് മാറ്റിയെങ്കിൽ ബാലൻസ് ഷീറ്റ് സ്ട്രെങ്തൻ ആവും. സെബി വന്നിട്ട് ക്വിക്കായിട്ട് ഗോൾഡ് മോണിറ്ററി സ്കീം എന്തെങ്കിലും ഇട്ട് പണത്തെ എടുക്കാൻ പറയുന്നു. ഇങ്ങനെയൊക്കെ ഇന്ത്യയിൽ മാത്രം പുതിയ റൂൾസ്. ടാക്സൊക്കെ ബഡ്ജറ്റ് ടൈം വരില്ല, മറ്റു സമയങ്ങളിൽ തന്നെ വരും. കാരണം ഈ ബഡ്ജറ്റിൽ ഇതിന് അനൗൺസ് ചെയ്താലും ചെയ്യാം. അങ്ങനെന്നൊക്കെ പറയുന്നത് നിങ്ങളെ ഗോൾഡാണ്, നിങ്ങളെ തന്നെ കെയർഫുൾ ആയിട്ടിരിക്കണം. ഇത് ഹിസ്റ്ററിയിൽ ഒരുപാട് വട്ടം ചെയ്തിരിക്കുന്നു. ഒരുപാട് വട്ടം ട്രൈ ചെയ്തു ഫെയിലായാലും ഗോൾഡിന് ഒരു പാക്കറ്റ് അടിക്കാൻ ട്രൈ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ഇത് 2ാമത് പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. നല്ല മാട്ടിന് ഒരു ചൂടെന്ന് പറയും തമിഴിൽ. നമുക്ക് 2 ചൂട് ഇട്ടിട്ടുണ്ട്. നമ്മൾ കെയർഫുള്ളായി ഇരുന്നാൽ തന്നെ നമുക്ക് കൊള്ളാം. അതേ റിപ്പോർട്ട് എന്ത് പറയുന്നു എന്നാൽ സൗത്ത് ഇന്ത്യയുടെ തന്നെ 69% ഗോൾഡ് ഇരിക്കുന്നു എന്ന്. കാരണം തന്നെ നരേഷ് റാവിൻ്റെ കണ്ണ് ഉറുത്തുന്നു. ഇതാണ് ഈ സൗത്ത് ഇന്ത്യയിലുള്ളവർ ഉഷാറായി ഇങ്ങനെ വാങ്ങി വച്ചിരിക്കുന്നു എന്നാണ് അവരുടെ ചിന്ത. നിങ്ങളൊരു ക്യാരം പാക്കറ്റ് ഇടാൻ അതുപോലെയാണ് അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ഇതിനെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം. നിങ്ങളെ കാശിനെ നിങ്ങളെ തന്നെ രക്ഷിക്കണം. ഇതാണ് സ്വർണത്തിനെ കുറിച്ചുള്ള ന്യൂസ്. അതിന് എന്ത് പറയുന്നു എന്നാൽ ഈ ക്വാർട്ടറിനൊക്കെ സൂപ്പറായിട്ടിരിക്കും. ഫെസ്റ്റിവൽ സീസണൊക്കെ ഒരുപാട് വന്നു. ഡിമാൻഡ് നന്നായിരുന്നു. ഇതിനെ എൻജോയ് ചെയ്തു. ഈ ക്വാർട്ടർ റിസൾട്ട് നന്നായിരിക്കും എന്ന് പറഞ്ഞായിരുന്നു. ഇരിക്കുന്ന ബാങ്കിനെ കുറിച്ചൊക്കെ ഓണിംഗ് കോണ്ടെക്സ്റ്റിൽ എന്ത് പറയുന്നു എന്നാൽ എല്ലാ ബാങ്കിലും ഒരു കോമൺ പ്രോബ്ലം ഇരിക്കുന്നു. ഈ ഡെപ്പോസിറ്റ് റേഷ്യോയും കുറഞ്ഞില്ല. ഇൻഫാക്ട് ICICIൻ്റേത് 89 ആയി.
ഇവരത് 100 ആവാൻ്റെ ചാൻസ് വളരെ നന്നായിട്ടിരിക്കുന്നു. RBIയിലും ലോൺ ടു ഡെപ്പോസിറ്റ് ഹൈ ആയിരിക്കുന്നു. ആക്സിസ് ബാങ്കിലും ലോൺ ടു ഡെപ്പോസിറ്റ് ഹൈ ആയിരിക്കുന്നു. നിങ്ങൾക്ക് ഫ്ലെക്സിബിലിറ്റിയും ടാക്സ് ബ്രേക്കും ഇല്ലെങ്കിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇടില്ല എന്ന് പറയുന്നു. എന്തെന്ന് വെച്ചാൽ അവർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് അവിടെ കിട്ടുന്നത് 5.59. അവറേജ് ആയിട്ട് എല്ലാ പബ്ലിക് ബാങ്ക് കമേഴ്ഷ്യൽ റിസൾട്ട് എടുത്ത് നോക്കുവാണെങ്കിൽ അവിടെ കിട്ടുന്നത് 5.59 ആണ്. അവർക്ക് സെൻസസിൽ തന്നെ 7-8% റിട്ടേൺസ് വരുന്നു എന്നാണ് പറയുന്നു. ഇത് കാരണം ആരും വന്നിട്ട് ബാങ്കിൽ കാശ് ഇടൂല എന്ന് ക്ലിയർ ആയിട്ട് ഒരു റിപ്പോർട്ട് പറയുന്നു. എന്നാൽ ഈ ഗ്രൗണ്ട് ടു ഡെപ്പോസിറ്റ് റേഷ്യോ എല്ലാം അതിനെ തന്നെ കുറിക്കോളായിട്ട് കാട്ടുന്നു. അതേസമയം ടാരിഫ് വരുമെന്ന ഒരു പേടിയിൽ 6 കമ്പനിയൊക്കെ അടിച്ചിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സ് അതിനെ ഇന്ന് അടിച്ചിട്ടുണ്ട്. പാസഞ്ചർ വെഹിക്കിളിന് നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ ഒരു പാസഞ്ചർ വെഹിക്കിളും ഒരു കമേഴ്ഷ്യൽ വെഹിക്കിളും നിങ്ങൾ കൺസിഡർ ചെയ്യാം. സിപ്ലെയർ റേറ്റ് ഇറങ്ങിയിരിക്കുന്നു, അതിനെയും കൺസിഡർ ചെയ്യാം. ലാസ്റ്റായിട്ട് പറയേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ സൺഫാർമ സ്ട്രോങ്ങാ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഒരു സൺഫാർമ വന്നിട്ട് ഒരു $10 ബില്യൺ ചെലവ് ചെയ്ത് ഒരു അമേരിക്കൻ കമ്പനി കറപ്ഡോൺ എന്ന കമ്പനീനെ വിലയ്ക്ക് വാങ്ങാം എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. വന്നിട്ട് വിമൻസ് വെൽനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. വന്നിട്ട് അപ്രോക്സിമേറ്റ് ആയിട്ട് $10 ബില്യൺ ഡീൽ സൈസ് ഇരിക്കാം എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. സത്യത്തിൽ അത് $10 മില്യൺ വെർത്താണ്. അത് പക്ഷെ അവർ വാങ്ങാൻ പോകുന്ന എന്ന് നമ്മൾ നോക്കി തന്നെ പറയാൻ പറ്റും. അതായത് ഈ ഡീൽ പോയെങ്കിൽ ഇവിടെ തന്നെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് കമ്പനി ആയിട്ടിരിക്കും. റിലയൻസ് എന്ത് പറയുന്നു എന്നാൽ ഞങ്ങളെ ക്വിക്ക് കോമേഴ്സും FMCG ബിസിനസ്സും പോസിറ്റീവായിരിക്കുന്നു എന്ന് പറയുന്നു. ഞങ്ങളെ കൊണ്ട് ലാഭത്തിൽ ഒരു പങ്കിനെ കൊടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ബിറ്റ്കോയിൻ 92-ലിരുന്നു കാറ്റ് ഇറങ്ങുന്നത് പോലെ ഇറങ്ങി $3 ബില്യൺ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നടക്കുന്ന സമയം ഈ ഗ്രീൻലാൻഡിൻ്റെ ടാരിഫ് വാർ അമേരിക്കയ്ക്കും യൂറോപ്പിനും നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുത്തർ അടിക്കുന്നു. ഇത് ലെവലിൽ ഇപ്പോൾ ഈ നിർത്തും എന്ന് ആരെ കൊണ്ട് പറയാൻ പറ്റുന്നില്ല. ഇപ്രോ 7% വിഴുന്നിരിക്കുന്നു. അവർ നല്ല താള കിടപ്പിലാണ് ഇരിക്കുന്നു. ഇതെന്ന് വെച്ചാൽ അവർ സത്യത്തിന് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ടെക് മഹീന്ദ്രയും 14% പ്രോഫിറ്റ് കാണിച്ചതിൻ്റെ ശേഷം നെഗറ്റീവായിരുന്നു, ഫ്ലാറ്റ് ആയി ഇപ്പോൾ പോസിറ്റീവിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഈ വർഷം എല്ലാ IT കമ്പനിയിലും ഈ ലേബർ കോഡിൻ്റെ എഫക്റ്റ് വന്ന് പ്രോമിനൻ്റ് ആയിരുന്നിരിക്കുന്നു. ആരൊക്കെ കൂടുതൽ പ്രോഫിറ്റ് ചെയ്തോ അവരൊക്കെ എടുത്തു. പ്രോഫിറ്റ് കുറവായിരിക്കുന്നവർക്ക് മാത്രം തന്നെ അടി വാങ്ങിയിരിക്കുന്നു. നന്ദി, നമസ്കാരം.